ശാന്തി സ്ഥലം ഇവിടെയാണ് നമ്മൾ നേരത്തെ പ്രതിപാദിച്ച ബിൽഡിങ്ങിന്റെ വർക്കിലുള്ള അപാകതകൾ ഉണ്ടായത്. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സത്യം മാത്രമേ ഇത് കാണിച്ചിട്ടുള്ളൂ. ഇനി ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടെങ്കിൽ ഇതിവിടെ പരിശോധിക്കാനാണ്. ഇത് ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് PM മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്തത് 4/11/2025. 8 മാസക്കാലം മാത്രമേ ഈ സാധനം ഉദ്ഘാടനം ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ഈ ബിൽഡിംഗ് മൊത്തം ലീക്കാണ്. അത് കൃത്യമായി ലൈവായി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. മറ്റുള്ള പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. കൃത്യമായി ഇവിടെ സന്ദർശിക്കാൻ നിങ്ങളെ ഞങ്ങൾ ഈ കാര്യത്തിൽ ക്ഷണിക്കുകയാണ്. കൃത്യമായി നിങ്ങൾ വിളിച്ചാൽ ആ സമയത്ത് എവിടെ വേണമെങ്കിലും വന്ന് ഈ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഈ ലീക്ക് എവിടെയാണുള്ളത്, എവിടെയാണ് വെള്ളം ഒറ്റുന്നത്, എവിടെയാണ് കംപ്ലീറ്റ് കനിച്ചിലുള്ളത് കൃത്യമായി കാണിച്ചു തരാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾ ആര് വിളിച്ചാലും ഈ ശക്തി സ്ഥലത്ത് വന്ന് ഈ അപാകതകൾ കാണിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അറിയിക്കുക. ഇതിപ്പോ 8 മാസം മാത്രം പൊതുജനങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് കൃത്യമായി നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകുന്നതായി. വെറും 8 മാസം മാത്രം കാലാവധി പൂർത്തീകരിച്ച ശ്മശാനമാണ് നമ്മുടെ തലക്കൂട്ടുള്ള ശ്മശാനം. അവിടെ 8 മാസം കൊണ്ട് 2 കോടി രൂപയോളം ചെലവഴിച്ചിട്ടാണ്, നമ്മുടെ നികുതിപ്പണം ചെലവഴിച്ചിട്ടാണ് ഈ വിഷയം ഉണ്ടാക്കിയത്. അവിടെ നല്ല സംഭവമായിരുന്നു. പക്ഷെ 8 മാസം കൊണ്ട് ഒരു മഴ പെയ്യുന്നത് ആ സ്ലേഹവും അതിന്റെ ചുമലും ഒക്കെ ചോർന്നൊലിക്കുന്നത് നാടാർക്കാണ് ജനങ്ങളെ മുറി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ ലീക്കുകളാണ് വെക്കുന്നത്. സ്ലേബിന്റെ സെന്ററിൽ കയറി വരുന്ന, അതായത് കക്ഷിത്തള്ളിൽ കയറി വരുന്ന സ്ലേവാണ്. ഇത് മെയിൻ സ്ലേവാണ്. മെയിൻ സ്ലേബിൽ കനിച്ചിലില്ലാത്ത ഏരിയ, ഈ കനിച്ചിലില്ലാത്ത ഒരു ഏരിയ വെള്ളം കെട്ടി നിൽക്കുന്നതല്ല, ഈ സ്ലേബും കൂടി വെള്ളം കഴിഞ്ഞിറങ്ങുന്നതാണ്. നമ്മുടെ വീടുകളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ ഇങ്ങനത്തെ പ്രയാസങ്ങളൊന്നും എവിടെ കാണുന്നില്ല.